നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം. ഒന്ന് സൂചിപ്പിക്കാൻ, ചില ഇന്നൊക്കെ അത് അപൂർവമാണ്. അതായത് മിക്ക വീടുകളിലും അകത്തു തന്നെ ബാത്റൂമുണ്ട്. കക്കൂസും ടോയ്ലറ്റൊക്കെ നമ്മുടെ അകത്ത് തന്നെ ഉള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ എന്നാലും മിക്ക വീടുകളിലും വളരെ അപൂർവമായി മിക്ക വീടുകളിലും എന്തുണ്ട്, അകത്ത് ബാത്റൂം. ഓടുത്ത വീടൊക്കെയാണ്, സാധുക്കളുടെ വീടാണ്, അകത്ത് ബാത്റൂം ഇല്ലാതെ പുറത്ത് പോയി മൂത്രമൊഴിക്കും. ചില സഹോദരിമാർക്കൊരു സ്വഭാവമുണ്ട്, മഗ്‌രിബിന്റെ ശേഷം അവർ പുറത്തേക്കിറങ്ങും ഒളൂ ചെയ്യാൻ. എന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒളുണ്ടാക്കി അകത്തേക്ക് വരും. പക്ഷെ ആ സമയത്ത് അവരൊന്ന് മൂത്രമൊഴിക്കും. ആ മൂത്രമൊഴിക്കുന്നത് പലപ്പോഴും ഒരു ബാത്റൂമിലൊന്നും കയറാതെ, ചിലപ്പം മഗ്‌രിബിന്റെ നേരല്ലേ, ആരും കാണൂല എന്നൊക്കെ വിചാരിച്ച് ചിലപ്പം കിണറിന്റെ ഏതെങ്കിലൊക്കെ സൈഡിലിരുന്ന് മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം. ആരും PM ചെയ്തത് അതൊക്കെ ഇങ്ങനെ ലോകം വീക്ഷിച്ച് നടക്കാനോന്ന് എന്നൊന്നും ചോദിക്കരുത്. പക്ഷെ അങ്ങനെ ഒരു പതിവ് പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ വലിയ നാശം സംഭവിക്കും. എന്താ നാശം? കാരണം യശാ മഗ്‌രിബിന്റെ ഇടയിൽ ശൈത്താന്മാർ പാരിക്കളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുട്ടികളെ ഒരു കാരണവശാലും ആ മഗ്‌രിബിന്റെ ഉടനെയായി ആദ്യത്തെ ഒരു മണിക്കൂർ ഒരു കാരണവശാലും കുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത്. അപ്പൊ യശാ മഗ്‌രിബിന്റെ ഇടയിൽ അവിടെ എന്തുണ്ട്, ശൈത്താന്മാർ പാരി നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിനു ശേഷം, ശ്രദ്ധിക്കണേ, ശനിയാഴ്ച രാവ് എന്നാണ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച ഉടനെ. ആ രാത്രിയും ശൈത്താന്മാർ അധികരിക്കുന്ന രാവാണെന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ കിതാബിൽ മറ്റൊരു മസ്അല കാണാം. ആ മസ്അല മുഅ്തമദൊന്നുമല്ലട്ടോ, പക്ഷെ അങ്ങനെ ഒരു മസ്അല കാണാം. എന്ത്? വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള മഗ്‌രിബ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ കുൽ അഊദു ബിറബ്ബിൽ ഫലക്കും, രണ്ടാമത്തെ റക്അത്തിൽ കുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന രണ്ട് സൂറത്ത്, അതായത് മുഅവ്വദത്തൈനി, കാവലിനെ ചോദിക്കുന്ന പ്രത്യേകമായ രണ്ട് സൂറത്തോതല് സുന്നത്താണെന്ന് ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ കാണാം. പക്ഷെ അത് ശരിയല്ല എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലോത്തവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് സൂറത്ത് ഓതല് വലിയ സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള മഗ്‌രിബ് നിസ്കാരത്തില് ഈ രണ്ട് സൂറത്തുകൾ ഓതല് സുന്നത്താണെന്ന് പറയുന്ന ഉടനെ ശനിയാഴ്ച രാത്രി അഥവാ അധികരിച്ച് നടക്കൽ ഉണ്ടാവും. ചില സമയങ്ങളില് ഈ ശൈത്താന്മാർ നടക്കുന്ന സമയത്ത് ഔറത്ത് വലുവായിരിക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകളിൽ നിന്ന് കാണുമ്പോൾ എന്താകും, അത് വളരെയധികം വിഷയമായി തീരും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഈ ജിന്നുവർഗത്തിൽപ്പെട്ട പൈശാചികമായ ജിന്നുകൾ പാമ്പ് രൂപത്തിൽ വന്ന് സ്ത്രീകളുടെ ശരീരത്തിൽ പ്രവേശിക്കും. അങ്ങനെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ പാമ്പ് ചുറ്റുന്നത്. യഥാർത്ഥമായ പാമ്പ് വർഗത്തിൽപ്പെട്ട പാമ്പുകൾ മനുഷ്യ സ്ത്രീകളുടെ ശരീരത്തിൽ കേറുമെന്നതിനു ഇസ്ലാമികമായ വിശ്വാസയോഗ്യമായ തെളിവുകളെ കൊണ്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ ഏതായിരുന്നാലും അങ്ങനെ ഒരു വിഷയം ഈ ചൊവ്വാഴ്ച അവതരിപ്പിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പം അത് കേൾക്കാൻ